സ്നേഹനാഥനായ ഈശോയെ, ഈ അൽത്താരയിൽ ഈ നിമിഷം നിൻ്റെ കൃപ ഞങ്ങളിലേക്ക് ധാരാളമായി ചൊരിയുവാനായി ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. നിൻ്റെ മഹനീയമായ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, നിൻ്റെ കൃപ ധാരാളമായി മനുഷ്യവർഗം മുഴുവൻ്റെ മേലും ചൊരിയുന്ന ഈ സമയം, കൃപയുടെ ഈ സമയം, കർത്താവേ, നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, നിന്നെ ആരാധിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും നീ ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങളുടെ ജീവിതങ്ങളെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്നവനാണ് നീ എന്ന വലിയ ബോധ്യത്തോടെ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുമണിക്കൂറിൽ ദൈവത്തോട് ചേർന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ആ ഒരു വലിയ സ്നേഹം അനുഭവിച്ചറിയാൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമാണ് സഭയിലെ വിശുദ്ധ കുർബാന ആഘോഷം. ഓരോ ക്രൈസ്തവൻ്റെയും ഉറവിടവും പരമകോടിയുമാണ്, ഹൃദയഭാഗമാണ് എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുക. അത്രമാത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചേർന്നിരിക്കുന്നു, ദൈവം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ മനസ്സിലാക്കുക. കാരണം ദൈവം കാരുണ്യമായി, ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. മനുഷ്യവർഗം മുഴുവനും ആ ഒരു സ്നേഹം മനസ്സിലാക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ, തീവ്രമായ അഭിലാഷത്തോടെ ദൈവം ഇതാ ഈ അൽത്താരയിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ, കർത്താവിൻ്റെ കാരുണ്യം മനസ്സിലാക്കാൻ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവും സമരിയാക്കാരിയുമായ സ്ത്രീ യേശു ദാഹിച്ച് യാക്കോബിൻ്റെ കിണറിൻ്റെ അരികിൽ വന്നിരിക്കുമ്പോൾ ദാഹത്തിനായിട്ട് സമരിയാക്കാരി സ്ത്രീയോട് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെടുന്നുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം സമരിയാക്കാരുമായി ബദ്ധശത്രുതയിലാണ്. സമരിയാക്കാരിയ സ്ത്രീ പറയുകയാണ്, നിനക്ക് എങ്ങനെ എന്നോട് വെള്ളം ചോദിക്കാൻ പറ്റും? കുടിക്കാനായിട്ട് നിനക്ക് എങ്ങനെ എന്നോട് വെള്ളം തരണമെന്ന് ചോദിക്കാൻ സാധിക്കുന്നു? കാരണം നമ്മൾ തമ്മിൽ ഇത്രമാത്രം ശത്രുതയിലാണ്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് ഈശോ പറയുന്നത്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലായിരിക്കുന്ന ദൈവിക സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. കർത്താവ് നമ്മുടെ കൂടെയായിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമാക്കുവാനും സമൃദ്ധിയിലേക്ക് നയിക്കുവാനും ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവം കുർബാനയായി നമ്മുടെ കൂടെ, ഈ അൽത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ളൊരു വലിയ സവിശേഷണമാണ്. പ്രത്യേകിച്ച് ഈശോയുടെ തിരുപ്പിറവിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിച്ച കാര്യമാണ്, ദൈവം ഇമ്മാനുവേലാണ്. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനാണ് ദൈവം. ആ ദൈവിക സാന്നിധ്യമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുക. ദൈവത്തോട് ചേർന്ന് കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ആ സ്നേഹത്തിൽ ജ്വലിക്കുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കരുതലുമൊക്കെ അനുഭവിച്ചിട്ട് ആ കരുണയെ പ്രകീർത്തിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യമാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. കർത്താവിൻ്റെ കരുണയിൽ
നമ്മുടെ ഹൃദയം ആഹ്ലാദിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ കഴിവുകളോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ അല്ലെ നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. പാപത്തിൻ്റെ ആ ഒരു വലിയ ബന്ധനത്തിൽ നമ്മളെ മോചിപ്പിക്കുവാനും ദൈവത്തോട് ചേർന്ന് ജീവിതത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്ന വലിയ സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നൽകുവാൻ ദൈവം തിരുമനസ്സായി. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. പാപികളായിരുന്നിട്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും ഇത്രമാത്രം സ്നേഹം കാണിച്ചതും ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യമക്കളാണ് നമ്മൾ ഓരോരുത്തർ. അവിടെ വീണ്ടും കർത്താവ് കരുണയോടെ നമ്മളെ നോക്കി. അതിൻ്റെയൊക്കെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മുടെ ജീവിതങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിക്കണം, കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആഹ്ലാദിക്കണം. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുമാത്രം തീക്ഷ്ണതയോടെ, എന്തുമാത്രം സ്നേഹത്തോടെ, എന്തുമാത്രം സന്തോഷത്തോടെയാണ് എൻ്റെ ഈശോയെ ഞാൻ പ്രഘോഷിക്കുക. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച കാൽവരിയുടെ വിരിമാറിൽ 3 ആണികളിൽ ജീവൻ സമർപ്പിച്ച എൻ്റെ ഈശോ എന്നെ രക്ഷിക്കുവാനും എൻ്റെ ജീവിതത്തിലേക്ക് നിത്യജീവൻ നൽകുവാനും ദൈവം എത്രമാത്രം വേദന സഹിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ മകനെ, മകളെ, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നു. കാൽവരിയിലേക്ക് നോക്കുക, കുരിശിലേക്ക് നോക്കുക, ഈ കുർബാനയപ്പത്തിലേക്ക് നോക്കുക. ഇത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു വലിയ കാര്യം കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ടും നമ്മൾ ലജ്ജിതരാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ട സമയമായി. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ അഹങ്കാരമാണ്, സ്വാർത്ഥതയാണ്. ഈ ഒരു സ്നേഹം കണ്ടില്ല എന്ന് നടിക്കുന്നത് അതൊരു വലിയ പാപമാണ്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ അപമാനിക്കുന്നത്. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാം. സ്നേഹം മാത്രമായ ദൈവം, യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും പരസ്പരമുള്ള സ്നേഹത്തിലും ജീവിക്കുവാനായിട്ടാണ് യോഹന്നാൻ ശ്ലീഹ നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു നിമിഷം ലോകമെമ്പാടുമുള്ള സകല ജനതകളെയും ദൈവത്തിൻ്റെ കരുണയുടെ കീഴിൽ നമുക്ക് സമർപ്പിക്കാം. എന്തുമാത്രം കർത്താവിൻ്റെ കാരുണ്യം മനസ്സിലാക്കുന്നോ അത്രമാത്രം സ്നേഹത്തോടെ കർത്താവിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. കുമ്പസാരം എന്ന കൂദാശയും വിശുദ്ധ കുർബാനയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവവുമായിട്ട് വീണ്ടും അനുരഞ്ജനപ്പെടുക. നിന്നോട് കരുണ കാണിക്കുവാനായി നിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കുക. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിജയം അത് തന്നെയായിരുന്നു. അവൻ തീരുമാനമെടുക്കുകയാണ്, ഞാൻ ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു നടക്കും. അവിടെ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ പിതാവുണ്ട്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന എൻ്റെ പിതാവുണ്ട്, എന്നെ മാറോട് ചേർത്ത് പിടിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട്. എൻ്റെ പഴയ കാലത്തെ ഓർത്ത് എന്നെ കുറ്റപ്പെടുത്തുന്ന ദൈവം പിതാവല്ല, മറിച്ച് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നെ പരിപൂർണനാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പിതാവാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ അവൻ തിരിച്ചു നടന്നപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തിൽ ഐക്യപ്പെടുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പാപത്തെയും പാപ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി കർത്താവിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്നവരെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കത്തില്ല എന്നുള്ള കാര്യം വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ ദൈവം വെളിപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു വലിയ ബോധ്യത്തോടെ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ആ ഒരു വലിയ പ്രാർത്ഥനയോടെ കർത്താവിന് മുമ്പിലായിരിക്കാം. നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നമ്മളെ സുഖപ്പെടുത്തുന്ന ദൈവം, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം. ഇതാ ഇയാൾ താരയിൽ മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ നന്ദി പറയും. വരെയുള്ള നിമിഷങ്ങളിൽ
ലോകമെമ്പാടുമുള്ള സകലരിലേക്കും കർത്താവെ നിൻ്റെ വലിയ കരുണ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ മേൽ കർത്താവെ കരുണയായിരിക്കണമേ, ഭാരതസഭയുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കേരള സഭയുടെ മേൽ കർത്താവെ നിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. കലഹത്തിലും ഭിന്നതയിലും പാപത്തിൻ്റെ വലിയ ബന്ധനങ്ങളിലും കഴിയുന്നവർക്ക് കർത്താവെ നിൻ്റെ കരുണ അവരുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ് നിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ടുള്ള കൃപ തരണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും കരുണയിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ ഇതാ ഞങ്ങൾ തിരിച്ചു വരുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹവും കരുണയും ധാരാളം നമ്മുടെ മക്കളിൽ ചൊരിയുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മുടെ മക്കൾ മാറുവാനും ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവേ നിൻ്റെ വലിയ കരുണ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാവാവസ്ഥകളിലും പാപത്തിൻ്റെ വലിയ ബന്ധനങ്ങളിലും കർത്താവേ നിൻ്റെ വലിയ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരെ കർത്താവ് നിൻ്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും നീ തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമക്കളെയും എല്ലാം നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലൂടെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ആ വലിയ കരുണ നിറയുവാൻ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ ശരണപ്പെടുന്നു. കർത്താവെ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. in